മനസ്സിലാവാൻ പറ്റിയ ഉദാഹരണം, വേലിയേറ്റത്തിന് ചപ്പുചവറുകൾ കായലിൽ പോയി നോക്കിയാൽ, പുഴയിൽ പോയി നോക്കിയാൽ വേലിയേറ്റമാകുമ്പോൾ അങ്ങോട്ടൊഴുകിപ്പോകും, വേലി ഇറക്കമാകുമ്പോൾ അതിങ്ങോട്ടൊഴുകി വരും, അടിവേരില്ല. അമ്മാതിരി വേലിയേറ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന ചപ്പുചവറു ചണ്ടികളെപ്പോലെ ഉറപ്പില്ലാത്ത മുസ്ലിങ്ങളുടെ കാലത്താണ് ആക്രമണം വരുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്ലാം നല്ല മതം തന്നെ, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇനി ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇനി വരില്ല. വരുമെന്ന് വിശ്വസിച്ചാൽ നാം ഇസ്ലാമിൽ നിന്ന് പുറത്ത്. പിന്നെ ആര് സംരക്ഷിക്കണം? നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാൻ നാം മുഅ്മിനീങ്ങളാവണം എന്നാണ് പറഞ്ഞത്. നാം മുഅ്മിനീങ്ങളാവണം, അതിന് നമുക്ക് കഴിയണം. അതിന്റെ പ്രവർത്തനത്തിനും പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടിയാണ് SSFകാരും SYSകാരും മുസ്ലിം ജനകോടികളുടെ അനുഷേധ്യനായ ആത്മീയ ആചാര്യൻ മൗലാന കാന്തപുരം ഉസ്താദും മുസ്ലിം ജനകോടികളുടെ തേജപുഞ്ചമായ ഉള്ളാൾ തങ്ങളവറുകളും, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു കൽപ്പാന്ത കാലത്തോളം അവരുടെ തണലുകൾ പറ്റി ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ പ്രവർത്തനം, ഈ സംഘടനയുടെ പ്രവർത്തനം ഞാൻ ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിശുദ്ധമായ മുഅ്മിനീങ്ങളായി ജീവിക്കുക എന്ന സാഹചര്യം നിലനിർത്തി തരാൻ. അങ്ങനെ മുഅ്മിനീങ്ങളാകുമ്പോൾ ഇസ്ലാമിന് വിമോചനം ഇവിടെ ഉണ്ടാകും. പൂർവ്വകാലത്ത് അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പൂർവ്വകാല മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 5-8 പോക്കറ്റും പഞ്ചായത്ത് ആഫീസും ഒന്നും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് MP ഇല്ല, MLA യും ഇല്ല, പഞ്ചായത്ത് ഭരണമില്ല, പാർലമെന്റ് ഭരണമില്ല. എന്താ ഉഷര! കാരണവന്മാരോട് ചോദിക്കണോ? ഇത് മലപ്പുറം ജില്ലയല്ലേ? മലപ്പുറം അല്ലേ? ചോദിക്ക് ചരിത്രമാണോ എന്ന്. പാറാമ്പി ഭരിച്ചിരുന്ന നിങ്ങളുടെ മലപ്പുറത്ത് ഇന്ന് കാണുന്ന നല്ല ടൗൺ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ സ്ഥാനത്ത് കുന്നുമ്മല്, മലപ്പുറം കുന്നുമ്മലുണ്ടായിരുന്നത് ഓലപ്പള്ളിയാ. പാറാമ്പി രാജാവ് പറഞ്ഞു പള്ളി കത്തിക്കും. അന്ന് ഈ പോലീസും പട്ടാളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുസ്ലിങ്ങൾക്ക് അധികാരവും പഞ്ചായത്ത് ആഫീസൊന്നുമില്ല. ചുരുക്കം ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവര് പറഞ്ഞു സാധ്യമല്ല, കത്തിക്കില്ല. കത്തിക്കുമെന്ന് രാജാവ്. അവസാനം എന്താ ഉണ്ടായത്? മലപ്പുറത്ത് നിന്നല്ലേ ഞാൻ സംസാരിക്കുന്നത്, മലപ്പുറത്തെ ചരിത്രം പഠിക്കുക നിങ്ങൾ. പാറാമ്പി എന്ന രാജാവ് അവസാനം തോറ്റ് മുസ്ലിമീങ്ങൾ സജീവമായി പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നപ്പോ അവര് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ വിശുദ്ധമായ കഅബ ദേവാലയം നഷ്ടപ്പെടുത്താൻ വന്ന അബ്രഹത്തിനെയും മാനപ്പടകളെയും ആട്ടി ഓടിച്ച അധിപതിയായ റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്യുന്ന നിന്റെ പള്ളി തകർക്കാൻ ശ്രമിക്കുന്നവരെ ബദരീങ്ങളെ തവസ്സുലാക്കി പറഞ്ഞപ്പോ, ആ പള്ളി സംരക്ഷണത്തിന് വേണ്ടി അന്നത്തെ ചെറുപ്പക്കാരും കാരണവന്മാരും പള്ളിയിലേക്ക് മാർച്ച് നടത്തിയപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളും മക്കളും ഭവനത്തിലിരുന്നു കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ തവസ്സുലാക്കി ഗൗസുൽ ആലമിനെ വിളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച ആ പശ്ചാത്തലത്തിൽ അല്ലാഹു ആ സംഭവത്തിൽ പൂർണ്ണ വിജയം അവർക്ക് കൊടുത്തില്ലേ? ചരിത്രമല്ലേ? അധികാരമോ പണമോ ആൽബലമോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നിങ്ങളുടെ മണ്ണിൽ നടന്ന ഈ സംഭവം പോരെ നമുക്ക് തെളിവ്? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങളെ അല്ലാഹു രക്ഷിക്കും. ലാ തഹ്നു വലാ തഹ്സനു, ബേജാറ് വേണ്ട, വിഷമം വേണ്ട. യഥാർത്ഥ ചിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് ബദരീങ്ങള് സുബ്ഹാനല്ലാഹ് പറ്റൂല, ഗൗസുൽ ആലം അത്രയും പറ്റൂല. ഇനി അവരൊക്കെ വിട്ടാല് റസൂലുള്ളാഹ് അതൊട്ടും പറ്റൂല. പേര് അഹമ്മദ്. എന്താ ജോലി? ഇസ്ലാമിന്റെ ഫുൾ ടൈം വർക്കറാണ്. ജോലി ഇസ്ലാമിന്റെ ഫുൾ ടൈം വർക്കർ. അള്ളാഹിനെ പറ്റി എന്താ അഭിപ്രായം? അടുത്ത പ്രദേശമാണ് കോഴിക്കോട്, ഇല്ലേ? അടുത്ത ജില്ല കോഴിക്കോട്. അവിടെ മെഡിക്കൽ കോളേജിന്റെ താഴെ